മച്ചന്മാരെ ഇടുക്കി പെട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണേ. അപ്പൊ ഇന്ന് ചെറിയൊരു ചാറ്റൽ മഴ കിട്ടി. ശക്തമല്ല, എന്തായാലും മഴ കണ്ടപ്പോൾ ഒരു സന്തോഷം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുറെ നാളായി നമ്മുടെ നാട്ടിൽ മഴ പെയ്തിട്ട്. നമുക്ക് കൃഷിക്കാർക്കും എല്ലാവർക്കും ഭയങ്കര പ്രശ്നങ്ങളാണ് മഴയില്ലാത്തതുകൊണ്ട്. എല്ലാവരും ഏലം നനയ്ക്കുകയൊക്കെ ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ മഴ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇന്നത്തെ നോമ്പ് തുറ നെടുങ്കണ്ടം ഭാഗത്തേക്ക് എവിടെയെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞെന്തായാലും കല്ലാറ് വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ ഞാൻ മാത്രമല്ല, മനാഫുണ്ട്. നമ്മുടെ ഈ ദൂരത്ത് കാണുന്നതാണ് നമ്മുടെ കല്ലാർ ഡാമാണ് കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഡാമാണ്. അപ്പോൾ ഞങ്ങൾ ആ വഴി കൂടെ പതുക്കെ അങ്ങോട്ടൊന്ന് നടന്നിട്ട് വരാം. നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അസ്തമയത്തോടടുത്ത സൂര്യൻ എപ്പോഴും പറയുന്നത് തന്നെ. നമ്മൾ ആ സമയത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എപ്പോഴും അസ്തമയം വരുന്നത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉദയമൊക്കെ ചെയ്യാവേ. ആറെല്ലാം വറ്റി വരണ്ട് കേട്ടോ. മഴ പെയ്തിട്ട് കുറേ നാളായി. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ അടുത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ്. വിദൂരതയിൽ കാണുന്നത് നമ്മുടെ കല്ലാറ് പാലമാണ് കേട്ടോ, ദൂരത്തൂടെ കാണുന്നത്. ഡാമിൻ്റെ ബാക്ക് സൈഡാണ്. ഇവിടെയും വെള്ളം വറ്റിക്കിടക്കുവാണ്. പാറക്കെട്ടുകളൊക്കെ നമുക്ക് കാണാം. മരങ്ങൾ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് കാഴ്ചകൾ എത്ര ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. അതിൻ്റെ സൈഡിലുള്ള പാറക്കെട്ടുകളാണ്. കോട ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ക്യാമറയിലെ ദൃശ്യമല്ലായിരിക്കും കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. തണുപ്പ് അരിച്ചരിച്ച് വരാൻ തുടങ്ങി. ഈ ഭാഗത്ത് കുറച്ചെങ്കിലും വെള്ളമുണ്ട് കേട്ടോ. നമ്മുടെ വറ്റി വരണ്ട് കിടക്കുന്ന കല്ലാർപ്പുഴയാണ്. നമ്മുടെ കല്ലാർപ്പാലം വീണ്ടും കുറച്ചുകൂടെ അടുത്ത് കാണാൻ വേണ്ടി പറ്റും. കല്ലാർ പാലത്തിൽ നിന്നുള്ള ഡാമിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി ആനവണ്ടി വരുന്നുണ്ട്. ആനവണ്ടി പ്രേക്ഷകരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ രണ്ടുപേരും കൂടെ പാലത്തിൽ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ചു നേരം നിന്നു. നല്ല രസമാട്ടോ ഇവിടെ നിൽക്കാൻ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. നോമ്പ് തുറക്കാറായി വരുന്നു. അളീനിപ്പോൾ വരുമെന്നാണ് പറഞ്ഞു. അളീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നോമ്പ് തുറ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയേ. നേരെ കൊക്കൈനിലേക്ക് പോയി. ഇന്ന് മനാഫില്ല. അവന് നേരത്തെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക്. സിംഗം സിംഗിളാതാൻ വരും. ഏതായാലും വന്നതല്ല. അതിൻ്റെ കൂടെ ഒരു ചീസ് ബോക്സും കൂടെ കഴിച്ചേ. കാര്യം പറയാലോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇനി നേരെ വീട്ടിലേക്ക്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇടുക്കി ബെട്ടിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്